അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അതൊരു ഇടിമുഴക്കമായിരുന്നു. കാണികൾ വിറച്ചു. എന്ത് സംഭവിക്കുമെന്നറിയില്ല. നിസ്സബിറുല്ലാവിൻ്റെ സുസ്മേരവദനായി ഉസൈദിനെ നോക്കി, സഹോദര, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലും. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കൂടി ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഞങ്ങൾ ഉടൻ സ്ഥലം വിടാം. ഉസൈദിൻ്റെ മുഖത്ത് ഒരു പരിവർത്തനം പ്രകടമായി. ബുദ്ധിമാനും ചിന്താശീലനുമായ ഉസൈദ്, അദ്ദേഹം കടാരി താഴെ വെച്ചു അവിടെ ഇരുന്നു. പറയൂ, കേൾക്കട്ടെ. നിസ്ബറുല്ലാവിന് ഏതാനും ഖുർആൻ വാക്യങ്ങൾ അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചു. വാചാലമായി വിശദീകരിച്ചു. ഖുർആൻ്റെ വശ്യത അദ്ദേഹത്തിൻ്റെ ഹൃദയം കീഴടക്കി. മിസബിൻ്റെ സംസാരം തീരുന്നതിന് മുമ്പ് തന്നെ ഉസൈദ് പ്രസന്നവദനായി കാണപ്പെട്ടു. അദ്ദേഹം മിസബിനോട് പറഞ്ഞു, എന്തൊരാകർഷണമാണ് ഈ വചനങ്ങൾ. നിസ്സംശയം ഇത് ദൈവവചനം തന്നെയാണ്. നിങ്ങളുടെ മതത്തിൽ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്ത് വേണം, എന്നെ സ്വീകരിച്ചാലും. ഉസൈദും അനുയായികളും ഇസ്ലാം സ്വീകരിച്ചു. അത് മദീനയിൽ ചലനമുണ്ടാക്കി. സയ്യിദ് ബിൻ മുആദും സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവും പ്രസ്തുത വാർത്ത കേട്ടറിഞ്ഞ് മിസബിനെ സമീപിച്ച് ഉപദേശം സ്വീകരിച്ചു, ഇസ്ലാം ആശ്ലേഷിച്ചു. മദീനയിലെ നായകന്മാരായ ഈ 3 പേരുടെ ഇസ്ലാം മത പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാം മത പ്രവേശം ഇസ്ലാമിലേക്ക് ഒരു ഒഴുക്ക് തന്നെ സൃഷ്ടിച്ചു. മദീന പൂർണ്ണമായി ഇസ്ലാമിൻ്റെ കീഴിലായി. മിസബിൻ്റെ പ്രബോധന തന്ത്രവും സ്വഭാവ ലാളിത്യവും എത്രമാത്രം ഉപകാരമായി ഭവിച്ചു എന്ന് നാം ഓർക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1ാമത്തെ ദൗത്യവാഹകർ അഭിമാനാർഹമായ വിജയം കൈവരിച്ചു. മഹത്തായൊരു മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തൊട്ടിലായിത്തീർന്ന മദീനയെ അതിന് പാകപ്പെടുത്തിയെടുത്ത നിസ്ബറുല്ലാഹു ഇസ്ലാമിനെ നേടിക്കൊടുത്ത വിജയം അതുല്യമാണ്. വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മദീനയിൽ അഭയം തേടി. അനുദിനം പുരോഗതി പ്രാപിച്ചു വരുന്ന പുതിയ മതത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് മക്കയിലെ ശത്രുക്കൾ തീരുമാനിച്ചു. അവർ സർവ്വസന്നാഹങ്ങളുമായി ബദറിൽ ഏറ്റുമുട്ടി. ഇസ്ലാമിൻ്റെ ആദ്യത്തെ പതാകവാഹകൻ എന്ന ബഹുമതി നിസബിന് ബദറിൽ വെച്ച് ലഭിച്ചു. ബദറിൽ മുസ്ലിം സൈന്യം വിജയം കൈവരിച്ചു. തിക്തമായ പരാജയമേറ്റ് മുശ്രിക്കുകൾ തിരിച്ചുപോയി. അടുത്ത വർഷം അവർ പ്രതികാരത്തിനൊരുങ്ങി. ഖുറൈശികൾ പൂർവോപരി ശക്തി ആർജിച്ചു. മദീനയുടെ നേരെ കുതിച്ചു. മുസ്ലിങ്ങളും പ്രതിരോധത്തിന് തയ്യാറെടുത്തു. സൈന്യനായകത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഏറ്റെടുത്തു. ഒരു കയ്യിൽ പതാകയുമേന്തി ഉഹദ് രണാങ്കണത്തിൽ മിസ്ബറുല്ലാഹു ഈറ്റപ്പുലിയെപ്പോലെ അടരാടിക്കൊണ്ടിരുന്നു. മുസ്ലിങ്ങൾ പരാജയത്തിൻ്റെ വക്കോളമെത്തി. ശത്രു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞു. ആസന്നമായ വിപൽഘട്ടത്തിൽ മിസ്ബറുല്ലാഹുവിന് പതാക പൊക്കിപ്പിടിച്ച് അത്യുച്ചത്തിൽ തക്ബീർ മുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളഞ്ഞ ശത്രുക്കളുടെ ശ്രദ്ധ തൻ്റെ നേരെ തിരിക്കുകയായിരുന്നു മിസ്ബറുല്ലാഹുവിൻ്റെ ലക്ഷ്യം. അതിനിടയിൽ ആ ശൂരപ്പടയാളി ശത്രുക്കളാൽ വളയപ്പെട്ടു. ഇബിനു കുമയ്യ മിസ്ബിൻ്റെ വലതുകൈ വെട്ടി താഴെയിട്ടു. ഇടത് കൈയിൽ പതാക പിടിച്ചുകൊണ്ട് മിസ്ബറുല്ലാഹു പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, മുൻ പ്രവാചകന്മാരെ പോലെ തന്നെ. ഇബിനു കുമയ്യ മിസ്ബിൻ്റെ ഇടത് കൈയും വെട്ടിമുറിച്ചു. എന്നിട്ടും ആ ധീരസേനാനി കൊടി കൈവിട്ടില്ല. മുറിഞ്ഞ കൈകൾ കൊണ്ട് ആ പതാക മാറോട് ചേർത്ത് പിടിച്ചു. ഇബിനു കുമയ്യയുടെ മാരകമായ ഒരു കുത്ത് വീണ്ടും മിസ്ബറുല്ലാഹുവിനെ ഏറ്റു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, മുൻ പ്രവാചകന്മാരെ പോലെ തന്നെ എന്ന് മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം നിലംപതിച്ചു. കൂടെ പതാകയും. ആ താരകം പൊലിഞ്ഞു. അദ്ദേഹം അവസാനമായി ഉരുവിട്ട വചനങ്ങൾ
പിന്നീട് പരിശുദ്ധ സൂക്തമായി അവതരിച്ചു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. യുദ്ധം കഴിഞ്ഞു, രക്തസാക്ഷികളുടെ മൃതദേഹം പരതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും രണാങ്കണത്തിലിറങ്ങി. മിസ്അബിൻ്റെ മൃതദേഹം രക്തത്തിൽ കുളിച്ച് മുഖം ഭൂമിയിൽ അമർന്ന് അംഗവിഹീനനായി കിടക്കുന്നത് അവർ കണ്ടു. തീരാ ദുഃഖത്തിൻ്റെ അണവൊട്ടി കവിളുകളിൽ കണ്ണീർ ചാലിട്ടു. മിസ്അബ് റളിയല്ലാഹുവിൻ്റെ മൃതദേഹം പൊതിഞ്ഞ കഫൻ തുണി നോക്കി വിതുമ്പിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ നിന്ന് കാണുമ്പോൾ നീ എത്ര സുന്ദരനായിരുന്നു, നിന്റെ വേഷവിധാനങ്ങൾ എത്ര ഭംഗിയുള്ളതായിരുന്നു. ഇന്ന് ജടപിടിച്ച തലമുടിയുമായി പൊടി പുരണ്ട നീ ഒരു പുതപ്പിൽ പൊതിയപ്പെട്ടിരിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നീ ത്യജിച്ചു. അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദത്തം പൂർത്തീകരിച്ച സത്യവിശ്വാസികളിൽ നീ ഉൾപ്പെട്ടിരിക്കുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അള്ളാഹുവിനു വേണ്ടി അവൻ്റെ മാർഗത്തിൽ ഞങ്ങൾ ഹിജ്റ പോയി യാതന സഹിച്ചു. അതിൻ്റെ പ്രതിഫലം കുറേയൊക്കെ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചു. മിസ്അബിനെ പോലുള്ളവർ മുമ്പേ ഈ ലോകം വിട്ടു മറഞ്ഞു കളഞ്ഞു. അവർക്കിവിടെ നിന്നൊരു പ്രതിഫലവും ലഭിച്ചില്ല. മിസ്അബ് ഉഹദിൽ രക്തസാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതിയാൻ മതിയായ തുണി പോലും ഇല്ലായിരുന്നു. ഒരു ചെറിയ പുതപ്പിൽ പൊതിഞ്ഞു തലമറച്ചാൽ കാലുമറച്ചാൽ തലയും പുറത്ത് കാണുമായിരുന്നു. തലഭാഗം പുതപ്പ് കൊണ്ടും കാലുകൾ പുല്ലുകൊണ്ടും പൊതിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതനുസരിച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അപ്രകാരം കഫൻ ചെയ്യുകയുണ്ടായി. അള്ളാഹു മഹാൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കേവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.